സോ ഈ മൊഡ്യൂളിൽ നമ്മളിനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് അബൌട്ട് ഹൈഡ്രോളിക് ടർബൈൻസ്. അപ്പോൾ ടർബൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, ഇറ്റ് ഈസ് എ പ്രൈം മൂവർ. അതായത് നമ്മളൊരു ഇലക്ട്രിസിറ്റി ജനറേഷന് ടർബൈൻ യൂസ് ചെയ്യാറുണ്ട്, ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷനാണ്. അതുപോലെ പല സ്ഥലങ്ങളിലും നമ്മൾ ടർബൈൻസ് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഈസ് അബൌട്ട് ഹൈഡ്രോളിക് ടർബൈൻസ്. അതായത് ടർബൈൻസിൽ നമ്മൾ വാട്ടർ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ടർബൈൻസിനെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ആൻഡ് ഇതിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ടർബൈൻസ് ആണ് പഠിക്കാനുള്ളത്, ഇമ്പൾസ് ടർബൈൻ ആൻഡ് റിയാക്ഷൻ ടർബൈൻ. അതിൽ ഇമ്പൾസ് ടർബൈൻ്റെ ഒരു മേജർ എക്സാമ്പിളാണ് പെൽട്ടൺ വീൽ ടർബൈൻ. ആൻഡ് റിയാക്ഷൻ ടർബൈൻ്റെ രണ്ട് മേജർ ടർബൈൻസ് ആണ് ഫ്രാൻസിസ് ടർബൈൻ ആൻഡ് കെപ്ലാൻ ടർബൈൻ. അപ്പോൾ നമുക്ക് ഈ മൂന്ന് ടർബൈൻസിനെ പറ്റിയും ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് ചെയ്യേണ്ടത്. ആൻഡ് ടർബൈൻ നമുക്ക് ഓൾറെഡി നമ്മൾ കുഞ്ഞു ക്ലാസ്സസ് തൊട്ട് പഠിക്കുന്നതാണ്. വാട്ടർ വിൽ ബി സ്റ്റോർഡ് അറ്റ് എ വെരി ഹൈ ഹെഡ്. ആൻഡ് ആ വെള്ളത്തിനെ നമ്മളൊരു പെൻ സ്റ്റോക്ക് വഴി ടർബൈൻ ബ്ലേഡ്സിൽ എത്തിക്കുന്നു. അവിടെ നിന്ന് ആ ടർബൈൻ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ അതിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കപ്പിൾ ചെയ്തിരിക്കുന്ന ഷാഫ്റ്റിൽ അതിൻ്റെ എൻഡിൽ ജനറേറ്റർ കാണും. ആ ജനറേറ്റർ വർക്ക് ചെയ്ത് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ കുഞ്ഞു ക്ലാസ്സസ് തൊട്ട് കണ്ട കാര്യമാണ്. ഇനി ഇവിടെ നമ്മുടെ മേജർ കൺസേൺ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ടർബൈനാണ് ഏതൊക്കെ ഹെഡിൽ സ്യൂട്ടബിൾ. അപ്പോൾ നമുക്ക് വെരി ഹൈ ഹെഡ് ഉണ്ടെങ്കിൽ ഏത് കൈൻഡ് ഓഫ് ടർബൈൻ വയ്ക്കണം, വെദർ ഇറ്റ് ഷുഡ് ബി എ ഇമ്പൾസ് ടർബൈൻ ഓർ എ റിയാക്ഷൻ ടർബൈൻ. അപ്പോൾ നമ്മൾ അത് പഠിക്കാനായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇമ്പൾസ് ടർബൈൻസിനെ പറ്റി അറിയുക ആൻഡ് റിയാക്ഷൻ ടർബൈൻസിനെയും പറ്റി അറിയണം. അപ്പോൾ ആദ്യം നമുക്ക് ഇമ്പൾസ് ടർബൈൻ നോക്കാം, ദെൻ വിൽ സീ അബൌട്ട് റിയാക്ഷൻ ടർബൈൻസ്. അപ്പോൾ അതിലോട്ട് പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് വാട്ട് ആർ ദി വേരിയസ് എഫിഷ്യൻസീസ് ഓഫ് എ ടർബൈൻ. അപ്പം അതിൽ നമ്മൾ പഠിക്കുന്ന ഒരു 4 ഇമ്പോർട്ടൻ്റ് എഫിഷ്യൻസീസ് ആണ് ഹൈഡ്രോളിക് എഫിഷ്യൻസി, മെക്കാനിക്കൽ എഫിഷ്യൻസി, വോളിമെട്രിക് എഫിഷ്യൻസി ആൻഡ് ഓവറോൾ എഫിഷ്യൻസി. വളരെ എളുപ്പമാണ്. അതിൽ ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ എഫിഷ്യൻസി. അപ്പോൾ നമ്മൾ ഈ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു റണ്ണർ എന്ന് പറയുന്ന ടർബൈനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പാർട്ട് ഉണ്ടാവും. ആൻഡ് ദാറ്റ് റണ്ണർ പവർ ഡിവൈഡഡ് ബൈ വാട്ടർ പവർ. വെള്ളത്തിന് ഒരു പവറുണ്ട് ഇതിനെ മൂവ് ചെയ്യിപ്പിക്കാൻ. ആ മൂവ് ചെയ്യിപ്പിക്കുന്ന വെള്ളത്തിൻ്റെ പവർ വെച്ചിട്ടാണ് നമ്മുടെ റണ്ണർ കറങ്ങുന്നത്. അപ്പോൾ വാട്ടറിൻ്റെ പവർ നമ്മൾ FM1 നമ്മൾ പഠിച്ചിട്ടുണ്ട്, വെയ്റ്റ് ഓഫ് വാട്ടർ ഇൻറ്റു ഹെഡ്, ρg/1000 ആണ് വാട്ടർ പവറിൻ്റെ ഇക്വേഷൻ. ആ വാട്ടർ പവർ പോയി ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ റണ്ണർ കറങ്ങുന്ന സ്പീഡ്, റണ്ണറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പവർ, അതിനെയാണ് റണ്ണർ പവർ എന്ന് പറയുന്നത്. റണ്ണർ പവറിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി നേരത്തെ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ദി ബ്ലേഡ് വെച്ച് ρAv1 VW1 + VW2 × U എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി റണ്ണർ പവർ ഇക്വേഷൻ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഡിവൈഡഡ് ബൈ വാട്ടർ പവർ വിൽ ഗീവ് ദി ഹൈഡ്രോളിക് എഫിഷ്യൻസി. അപ്പോൾ നമ്മൾ ഇനി പഠിക്കുന്ന എല്ലാ ടർബൈൻസിലും ഹൈഡ്രോളിക് എഫിഷ്യൻസി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് നെക്സ്റ്റ് കംസ് ദി മെക്കാനിക്കൽ എഫിഷ്യൻസി. മെക്കാനിക്കൽ എഫിഷ്യൻസി മീൻസ് നമ്മുടെ റണ്ണർ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സ്പീഡുണ്ട്, അതിൽ നിന്ന് മെക്കാനിക്കൽ കപ്ലിംഗ് വഴിയായിരിക്കും ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ലോസസ് പോയിട്ട് ദർ വിൽ ബി ആൻ എഫിഷ്യൻസി കോൾഡ് മെക്കാനിക്കൽ എഫിഷ്യൻസി വിച്ച് ആക്ട്സ് ബിറ്റ്വീൻ ദി ഷാഫ്റ്റ് ആൻഡ് ദി റണ്ണർ. അപ്പം മെക്കാനിക്കൽ എഫിഷ്യൻസി ഷാഫ്റ്റ് പവർ ഡിവൈഡഡ് ബൈ റണ്ണർ പവർ. നെക്സ്റ്റ് ഈസ് ദി volumetric efficiency, and volumetric efficiency is defined as the volume of water actually striking divided by volume of water supplied to turbine. അതായത് നമ്മുടെ ടർബൈനിലോട്ട് ഒരുപാട് വാട്ടർ നമ്മൾ കൊടുക്കുന്നു, അതിൽ സം എമൗണ്ട് ഓഫ് വാട്ടർ മാത്രമായിരിക്കും നമ്മുടെ ആക്ച്വലി ടർബൈൻ ബ്ലേഡിൽ പോയി സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ പെർസെൻറ്റേജ് വോളിയം ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് ബൈ വോളിയം ഓഫ് വാട്ടർ സപ്ലൈഡ്, അതിനെയാണ് നമ്മൾ വോളിമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ദെൻ ഓവറോൾ എഫിഷ്യൻസി, നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നത് എവിടെയാണ്? ഷാഫ്റ്റിൽ. ഇൻപുട്ട് കൊടുക്കുന്നത് നമ്മൾ എന്തിലാണ്? വെള്ളമായിട്ടാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതും അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഷാഫ്റ്റിലുമാണ് കിട്ടുന്നത്. സോ ഓവറോൾ എഫിഷ്യൻസി ഇസ് ദിസ് ഷാഫ്റ്റ് പവർ ഡിവൈഡഡ് ബൈ വാട്ടർ പവർ. അപ്പം ഇത്രയും എഫിഷ്യൻസീസും നമ്മൾ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ഇനി നമുക്ക് ഓരോരോ ടർബൈനായിട്ട് സോൾവ് ചെയ്യാം. വി ഹാവ് 3 ടർബൈൻസ്: പെൽട്ടൺ വീൽ ടർബൈൻ, Francis turbine and Kepler turbine. Out of this, Pelton wheel turbine is an example of impulse turbine, and Francis turbine Kepler turbine ആണ് റിയാക്ഷൻ ടർബൈൻസ്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ വെലോസിറ്റി ട്രയാങ്കിളും വർക്ക് ഡൺ എഫിഷ്യൻസി എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രോബ്ലംസ് പഠിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് പെൽട്ടൺ വീൽ നോക്കാം, ദെൻ വിൽ സീ അബൌട്ട് ഫ്രാൻസിസ് ആൻഡ് കെപ്ലർ. സോ നമ്മുടെ ഹൈഡ്രോളിക് ടർബൈനിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്
ഈസ് അബൌട്ട് എ പെൽറ്റൺ വീൽ ടർബൈൻ. ആൻഡ് പെൽറ്റൺ വീൽ ടർബൈൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് ഇമ്പൾസ് ടർബൈൻ. ആൻഡ് പെൽറ്റൺ വീൽ എന്ന് പറയുന്നത് ഇസ് എ ടാൻജൻഷ്യൽ ഫ്ലോ ഇമ്പൾസ് ടർബൈൻ ആണ്. ആൻഡ് ഇതിൽ കാണുന്ന പോലെ വാട്ടർ സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് നമ്മുടെ ബ്ലേഡ്സിൽ ഹിറ്റ് ചെയ്യുന്നു. ആൻഡ് അവിടെ നിന്ന് ഈ ബക്കറ്റ് കാരണം അത് ടാൻജൻഷ്യലി വാട്ടർ ഔട്ട്വേർഡായിട്ട് ഫ്ലോ ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇനി കമ്മിങ് ടു അതിൻ്റെ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ദീസ് 4 പാർട്സ്: നോസിൽ ആൻഡ് ഫ്ലോ റെഗുലേറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, റണ്ണർ വിത്ത് ബക്കറ്റ്സ്, കേസിംഗ് ആൻഡ് ബ്രേക്കിംഗ് ജെറ്റ്. ഇതിൽ നോസിൽ ആൻഡ് ഫ്ലോ റെഗുലേറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി സിമ്പിൾ മെത്തേഡ് ടു കൺട്രോൾ ദി സ്പീഡ് ഓഫ് ദി ടർബൈൻ. അതായത് ബ്ലേഡ് നമ്മൾ വാട്ടറിൻ്റെ ജെറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വിട്ടിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ കേസ് നമുക്ക് ഇതിൻ്റെ സ്പീഡിനെ ഒന്ന് കൺട്രോൾ ചെയ്യണം, ഈ ഫ്ലോ റേറ്റ് ഒന്ന് റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ വി യൂസ് ദിസ് മെത്തേഡ്, നോസിൽ ആൻഡ് സ്പിയർ മെത്തേഡ്. അതായത് ഈ വരുന്ന നോസിലിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു സ്പിയർ പാസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫിഗറിൽ കാണുന്നത് പോലെ തന്നെ വെനെവർ ഈ സ്പിയറിനെ നമ്മൾ അകത്തോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ ഓഫ് അല്ലെങ്കിൽ വാട്ടറിൻ്റെ ഫ്ലോ റേറ്റ് നമുക്ക് സ്ലോ ആക്കാൻ പറ്റും. അതുപോലെ മാക്സിമം സ്പീഡിൽ ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്പിയറിനെ ബാക്കിലോട്ടുള്ള പൊസിഷനിൽ വലിച്ചാൽ മതി. അപ്പം ഇങ്ങനെ ഈ ഒരു സ്പിയർ വിത്ത് നോസിൻ്റെ അറേഞ്ച്മെൻറ്റ് കാരണം നമുക്കതിൻ്റെ സ്പീഡ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ പെൽറ്റൺ വീൽ. ആൻഡ് ദെൻ റണ്ണർ വിത്ത് ബക്കറ്റ്. ഈ റണ്ണർ എന്ന് പറയുന്നത് അതിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ടർബൈൻ്റെ പാർട്ടിനെയാണ് നമ്മൾ റണ്ണർ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നമ്മളൊരു പ്രത്യേക കൈൻഡ് ഓഫ് ബ്ലേഡ് അല്ലെങ്കിൽ ബക്കറ്റ് എന്ന് നമ്മൾ അതിനെ പറയും. അതാണ് ഈ റണ്ണറിൻ്റെ പുറത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനെ പറയുന്നത് ഡബിൾ ഹെമിസ്പെറിക്കൽ ബക്കറ്റ്സ് എന്നാണ്. സോ യൂസിങ് ദാറ്റ് നമ്മൾ ഈ പെൽറ്റൺ വീലിൻ്റെ പുറത്ത് ഇതെല്ലാം വെച്ചിട്ടുണ്ട്. അതിലാണ് ഈ വാട്ടർ വന്ന് ഹിറ്റ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ്സ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ദെൻ കംസ് ദി കേസിംഗ്. അതായത് നമ്മൾ ഈ പറഞ്ഞ നോസിൽ ആൻഡ് ഫ്ലോ റെഗുലേറ്റിംഗ് അറേഞ്ച്മെൻറ്റും റണ്ണർ വിത്ത് ബക്കറ്റും ഇതിനെ എല്ലാത്തിനെയും നമ്മളൊരു കേസിങ്ങിലാണ് വച്ചിരിക്കുന്നത്, വാട്ടറിൻ്റെ സ്പില്ലേജ് ഒക്കെ വെളിയിലോട്ട് പോകുന്നതൊക്കെ അവോയ്ഡ് ചെയ്യാൻ. അപ്പോൾ അനദർ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഈസ് കേസിങ്. ആൻഡ് ദെൻ ബ്രേക്കിംഗ് ജെറ്റ്. എന്താണ് നമ്മുടെ ഒരു ബ്രേക്കിംഗ് ജെറ്റ് എന്ന് പറയുന്നത്? അതായത് ഇറ്റ്സ് ആൻ അനദർ മെക്കാനിസം ടു ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ദിസ് ടർബൈൻ. അതായത് സ്പീഡ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടർബൈന് നമ്മൾ ഈവൻ ഇഫ് നമ്മൾ ആ വാട്ടറിൻ്റെ ഡിസ്ചാർജ് കട്ട് ചെയ്താലും അതിൻ്റെ ആ ഒരു ഇനേർഷ്യ കാരണം ഇറ്റ് വിൽ റൊട്ടേറ്റ്. അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ്ലി അതിനൊന്ന് സ്ലോ ഡൗൺ ചെയ്യാനോ ബ്രേക്ക് ചെയ്യാനോ വി നീഡ് ദ ഹെൽപ്പ് ഓഫ് ദിസ് ബ്രേക്കിംഗ് ജെറ്റ്. അതായത് നമ്മുടെ നോസിൽ ഒരു നോർമൽ ഫ്ലോ ഡയറക്ഷനിൽ ഈ ബ്ലേഡ് ഒരു ഡയറക്ഷനിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ സം നോസിൽസ് കീപ്പ് ചെയ്യും. സോ ദാറ്റ് ആ നോസിൽ വഴി വെള്ളം ഈ റൊട്ടേഷൻ്റെ ഓപ്പോസിറ്റായിട്ട് ആ ബ്ലേഡ്സിൽ ഹിറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് നമുക്കിതിനെ പെട്ടെന്നൊന്ന് അതിൻ്റെ മോഷൻ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. സോ അതിനെയാണ് നമ്മൾ ഇത് നമ്മൾ ബ്രേക്കിംഗ് ജെറ്റ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ കൺസ്ട്രക്ഷണൽ ഫീച്ചർ ഓഫ് എ പെൽറ്റൺ വീൽ ടർബൈൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ എഴുതി ഈ 4 പാർട്സിനെയും എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ ഫിഗറും കൂടെ വരച്ച് വേണം പ്രസൻറ്റ് ചെയ്യാൻ. ഓൾറൈറ്റ്, നെക്സ്റ്റ് നമുക്കിനി പെൽറ്റൺ വീലിൻ്റെ പ്രോബ്ലം പാർട്ട് നോക്കാം. അപ്പോൾ പ്രോബ്ലം പാർട്ടി ഫസ്റ്റ് വരുന്നത് അതിൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾ ആണ്. ആൻഡ് ഫ്രം വെലോസിറ്റി ട്രയാങ്കിൾ നമുക്കതിൻ്റെ വർക്ക് ഡണ്ണും എഫിഷ്യൻസി എല്ലാം ഡിറൈവ് ചെയ്യണം. സോ ലെറ്റ് സീ ദി വെലോസിറ്റി ട്രയാങ്കിൾ. സോ ഇനി നമുക്ക് വെലോസിറ്റി ട്രയാങ്കിൾ നോക്കാം. ഓൾറെഡി ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ റെഫറൻസിന് ഇവിടെ തന്നെ ഉണ്ടാവും. പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഈ ട്രയാങ്കിൾ നോക്കിയെടുക്കാം. ഇതിൻ്റെ ആംഗിൾസ് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആക്ച്വൽ ഡയഗ്രാം. ഇനി ഇതെങ്ങനെ വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വരച്ചിരിക്കുന്നതാണ് നമ്മുടെ ഡബിൾ ഹെമിസ്പെറിക്കൽ ബ്ലേഡ്. ഓരോ റണ്ണറിലിരിക്കുന്ന ഒരു സിംഗിൾ ബ്ലേഡിനെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ആൻഡ് വാട്ടർ ഇതിൻ്റെ ഡയറക്റ്റ് സ്പ്ലിറ്റർ, അതായത് ഈ ഒരു ഡയറക്റ്റ് നമ്മൾ ആ ഡബിൾ ഹെമിസ്പെറിക്കൽ കപ്സ് കണ്ടപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സെൻട്രൽ സ്പ്ലിറ്റർ ഉണ്ടായിരുന്നു. അപ്പം ഈ സ്പ്ലിറ്ററിൽ ഡയറക്റ്റ് വാട്ടർ പോയി ഇടിക്കുന്നു. അത് ഡയറക്റ്റ് ആയത് കാരണം ഈ എൻറ്റയർ ലൈൻസ് റെപ്രസെൻറ്റ്സ് നമ്മുടെ V1 ഇൻലെറ്റ് വെലോസിറ്റി. ആൻഡ് ഇത് വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സീരീസ് ഓഫ് ലൈൻസ് പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു സം വെലോസിറ്റിയിലായിരിക്കും നമ്മുടെ ഈ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റണ്ണർ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു പാർട്ട് ലെറ്റ് ഇറ്റ് ബി അപ് ടു ദിസ് മച്ച് ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് U1. അപ്പം U1 എന്ന് പറയുന്നത് അതിൽ നമ്മുടെ V1 എന്ന് പറയുന്ന ഇൻലെറ്റ് വാട്ടറിൻ്റെ സ്പീഡ് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ബ്ലേഡ് കറങ്ങുന്ന വെലോസിറ്റിയാണ് U1. സോ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, ഇവിടെ ഇത് രണ്ടും ഒരേ പ്ലെയിനിലായതുകൊണ്ട് നമുക്ക് ഈ V1 മൈനസ് U1 വിൽ ഗീവ് ദി റിലേറ്റീവ് വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് VR1. ആൻഡ് ഇവിടെ VW1ഉം V1ഉം ഈക്വലാണ്. സോ V1 ഈസ് ഈക്വൽ ടു VW1 എന്ന് വേണമെങ്കിലും എഴുതാം. സോ
നമ്മുടെ ഇൻലെറ്റ് വെലോസിറ്റി കഴിഞ്ഞു. ഇവിടെ ആംഗിൾസിൻ്റെ ഒന്നും ആവശ്യമില്ല, ബിക്കോസ് എല്ലാം ഒരു സിംഗിൾ ലൈനിലായതുകൊണ്ട് നമുക്ക് ആംഗിൾസ്, ഈ ബ്ലേഡ് ആംഗിളോ അല്ലെങ്കിൽ പോകുന്ന ആംഗിളോ ഒന്നും ഇല്ല. ആൻഡ് ദെൻ ഈ സ്പ്ലിറ്ററിൽ ഇടിച്ചതിന് ശേഷം ഇത് വാട്ടർ ഇവിടെ നിന്ന് റിലീസ് ചെയ്യുന്നു. ആൻഡ് ഇവിടെ നമുക്ക് അതിൻ്റെ എക്സിറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ നേരത്തെ പോലെ വരയ്ക്കാം. എക്സിറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ സെയിം ആസ് നമ്മൾ ജനറൽ വെലോസിറ്റി ട്രയാങ്കിൾ എടുത്ത് അതേ വെലോസിറ്റി ട്രയാങ്കിൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഈ ഡയറക്ഷനിലാണ് നമ്മുടെ V2 പോകുന്നത്, ഇത്രയാണ് നമ്മുടെ U2. ഇത് സെയിം ആസ് നമ്മുടെ ജനറൽ വെലോസിറ്റി ട്രയാങ്കിളിൻ്റെ ഔട്ട്ലെറ്റ്. സോ U2 ഇവിടെ വരുന്നു. ദിസ് ഈസ് VR2, റിലേറ്റീവ് വെലോസിറ്റി അറ്റ് ഔട്ട്ലെറ്റ്. ആൻഡ് ഇത്രയും ഡിസ്റ്റൻസ് ആണ് നമ്മുടെ VW2. ആൻഡ് ഇത്രയും ഡിസ്റ്റൻസ് ആണ് നമ്മുടെ VF2. സോ ഇതേ ഡയഗ്രമാണ് ഇവിടെ കുറച്ചും കൂടെ നീറ്റായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ നമുക്ക് എല്ലാ പ്രോബ്ലത്തിലും ക്വസ്റ്റ്യനിൽ പെൽറ്റൺ വീലിൽ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ തരും. അതായത് നമ്മുടെ VR2ൻ്റെ എക്സ്റ്റൻഷൻ നമ്മൾ വരച്ചിട്ട് ആ ആംഗിൾ നമ്മുടെ ഈ ഒരു സ്പ്ലിറ്ററിൻ്റെ ഹൊറിസോണ്ടലും കൂടെ മേക്ക് ചെയ്യുന്ന ഈ ആംഗിളിനാണ് നമ്മൾ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് നമ്മുടെ ഇവിടെ ഉള്ള ഈ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെയും സെയിം ആയിരിക്കും. സോ ഈ ആംഗിൾ ഇപ്പോൾ 160 ഡിഗ്രി എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഈ എന്തായിരിക്കും? 180 മൈനസ് 160 വിച്ച് ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി. അപ്പോൾ ഇതേ ആയിരിക്കും ഇവിടെയും വരുന്നത്. സോ പെൽറ്റൺ വീലിൻ്റെ ക്വസ്റ്റ്യൻസിലെല്ലാം നമുക്ക് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞായിരിക്കും ആംഗിൾ തരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 180 മൈനസ് ആ ആംഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ കിട്ടും. സോ ഈ രീതിയിലാണ് നമ്മൾ പെൽറ്റൺ വീൽ ടർബൈൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കുന്നത്. അപ്പം ഈ ഒരു ഫിഗർ അതിന് റെഫറൻസ് ആയിട്ട് വെച്ചേക്കുക. V1, VW1, U1, VR1 ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ, അതിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് കിട്ടും. നമ്മുടെ ജനറൽ വെലോസിറ്റി ട്രയാങ്കിൾ പോലെ തന്നെയാണ് ഔട്ട്ലെറ്റ് ട്രയാങ്കിൾ വരയ്ക്കുന്നത്. അപ്പോൾ പെൽറ്റൺ വീൽ ഈ ഒരു ഇൻലെറ്റിൽ മാത്രമാണ് ചെറിയൊരു ചേഞ്ച് വരുന്നത്. ആൻഡ് ദി ഔട്ട്ലെറ്റ് ട്രയാങ്കിൾ റിമൈൻസ് ദ സെയിം. ഓൾറൈറ്റ്. സോ അതിൽ ഓരോ പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ഇനി ഇതിൻ്റെ നമുക്കിതിൻ്റെ വർക്ക് ഡണ്ണും എഫിഷ്യൻസിയും നോക്കാം. സോ ഇൻ ഓർഡർ ടു ഡിറൈവ് ദ വർക്ക് ഡൺ നമുക്ക് ആദ്യം ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? ρA V1 ഇൻറ്റു VW1 പ്ലസ് VW2 ആൻഡ് വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്താണ്? F ഇൻറ്റു U. ആൻഡ് ഫോർ എ പെൽറ്റൺ വീൽ ടർബൈൻ ഇൻലെറ്റ് വെലോസിറ്റി സ്പീഡും ബ്ലേഡിൻ്റെ ഇൻലെറ്റ് വെലോസിറ്റിയും എക്സിറ്റ് വെലോസിറ്റി എന്താണ്? ഔട്ട്ലെറ്റിൻ്റെയും ഇൻലെറ്റിൻ്റെയും രണ്ടും U ആണ്. U1 ഈസ് ഈക്വൽ ടു U2 ഈക്വൽ ടു U. കാര്യം എന്തുകൊണ്ടാണ്? ഒരു പെൽറ്റൺ വീലിൻ്റെ ബ്ലേഡിൽ ഇവിടെ വന്ന് വാട്ടർ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ റണ്ണർ ബ്ലേഡ് എൻറ്റയർ ആയിട്ട് ഒരു സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഇൻലെറ്റും ഇവിടെയാണ് വരുന്നത്, ഔട്ട്ലെറ്റ് ഇവിടെയാണ് വരുന്നത്. രണ്ടും U1ഉം ഇവിടുത്തെ U2ഉം രണ്ടും സെയിം ആണ് U ആയിട്ട്. സോ ആ കണ്ടീഷൻ നമ്മൾ അറിഞ്ഞിരിക്കുക. സോ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ബ്ലേഡ് വെലോസിറ്റി. ബ്ലേഡ് വെലോസിറ്റി U1 U2 സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ എടുക്കേണ്ട നമുക്ക് ജനറലി എന്തായിട്ട് എടുക്കാം? U ആയിട്ട് എടുക്കാൻ പറ്റും. സോ ഇറ്റ് വിൽ ബി ρA V1 ഇൻറ്റു VW1 പ്ലസ് VW2 ഇൻറ്റു U. നൗ ഹൈഡ്രോളിക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്താണ്? റണ്ണർ പവർ ഡിവൈഡഡ് ബൈ വാട്ടർ പവർ. റണ്ണർ പവർ എന്ന് പറയുന്നത് ഈസ് നത്തിങ് ബട്ട് ദി വർക്ക് ഡൺ. ρA V1 ഇൻറ്റു VW1 പ്ലസ് VW2 ഇൻറ്റു U ഡിവൈഡഡ് ബൈ വാട്ടർ പവർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സീരീസ് ഓഫ് വെയിൻസിലും എല്ലാം കണ്ടു. ഇറ്റ് ഈസ് ദി കൈനറ്റിക് എനർജി ഓഫ് വാട്ടർ. സോ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് M. എന്ന് പറയുന്നത് എന്താണ്? മാസ് ഫ്ലോ റേറ്റ്. ρA V1 ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ V1 സ്ക്വയർ. സോ ഇത് ക്യാൻസലായിട്ട് നമുക്ക് ഹൈഡ്രോളിക് എഫിഷ്യൻസി VW1 പ്ലസ് VW2 ഇൻറ്റു U, ഈ 2 മേളിപ്പോവും. സോ ഇൻറ്റു 2 ഇൻറ്റു the whole divided by V1 square. So this is the hydraulic efficiency of a Pelton wheel turbine. അപ്പോൾ ഇതാണ് നമ്മുടെ equations for work done hydraulic efficiency. And ഇതിൽ ചിലപ്പോൾ ഡെറിവേഷനിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറയും. Prove that maximum hydraulic efficiency of a Pelton wheel turbine is given by 1 plus cos phi by 2. ഇത് നമ്മളടുത്ത് സ്ഥിരം പ്രൂവ് ചെയ്യാൻ ചോദിക്കുന്ന ഒരു ഇക്വേഷനാണ്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ നമ്മൾ നേരത്തെ സീരീസ് ഓഫ് വെയിൻസിൽ നമ്മൾ 50% ആണ് മാക്സിമം എഫിഷ്യൻസി എന്ന് പ്രൂവ് ചെയ്തു. സെയിം വേ നമ്മൾ ഈ ഇക്വേഷനിൽ എല്ലാത്തിനെയും V1ൻ്റെയും Uവിൻ്റെയും ടേംസിലോട്ട് മാറ്റുക. VW1ഉം VW2ഉം എല്ലാം Uൻ്റെ ടേംസിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് എഫിഷ്യൻസിയെ ഡെറിവേറ്റീവ് ഓഫ് U കൊണ്ട് ഇക്വേറ്റഡ് ടു 0 നമ്മൾ V1ൻ്റെ
ടേംസിൽ യുവിനെയും വിനെയും കൂടെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് എത്തിച്ചിട്ട് നമുക്ക് മാക്സിമം എഫിഷ്യൻസി കണ്ടുപിടിക്കാം. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. സോ അതിനാദ്യം എന്ത് ചെയ്യണം, നമുക്ക് ഈ VW1നെയും VW2നെയും എല്ലാത്തിനെയും നമ്മൾ V1ൻ്റെ യുവിൻ്റെയും ടേംസിലോട്ട് മാറ്റുക. നമ്മൾ ഏത് ചെയ്ത പോലത്തെ പ്രൊസീജിയർ തന്നെയാണ് സീരീസ് ഓഫ് എയിൻസിൽ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ. സോ വൺസ് ഹൈഡ്രോളിക് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, വി നീഡ് ടു ഫൈൻഡ് VW1 ആൻഡ് VW2 ഇൻ ടേംസ് ഓഫ് V1 ആൻഡ് U. സോ VW1 എന്ന് പറയുന്ന ഫ്രം ഫിഗർ നമുക്ക് എന്തെന്നറിയാം, V1ന് ഈക്വൽ ആണ്. ആൻഡ് VR1 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, VR1 റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് V1 മൈനസ് U ആണ് ഇൻലെറ്റിൽ. പിന്നെ വെരി ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ആയിട്ട് നമ്മളൊരു കണ്ടീഷൻ അറിഞ്ഞിരിക്കുക, VR1 ഈസ് ഈക്വൽ ടു VR2 ഫോർ പെൽട്ടൺ വീൽ ടർബൈൻ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ VR2 എന്ന് പറയുന്നത് നമുക്ക് എന്തെന്നറിയാം, V1 മൈനസ് U എന്നാവും. ഇനി നമുക്ക് VW2 മാറ്റണം. സോ VW2 മാറ്റാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ VW2 എന്ന് കിട്ടാനായിട്ട് ഇവിടെ cos phi എടുക്കുക. വാട്ട് ഈസ് cos phi? Cos phi ഈസ് ഈക്വൽ ടു adjacent side, that is U2 plus VW2 divided by VR2. ഇവിടെ U2 ആൻഡ് അനദർ കണ്ടീഷൻ ഫോർ പെൽട്ടൺ വീൽ ടർബൈൻ കണ്ടീഷൻസ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ എഴുതാം. ഫസ്റ്റ് പെൽട്ടൺ വീൽ ടർബൈൻ്റെ കണ്ടീഷൻ ഒന്ന് VR1 ഈക്വൽ ടു VR2, ദെൻ U1 ഈക്വൽ ടു U2 ഈക്വൽ ടു U ആണ് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ വെച്ച്. സോ ഇവിടെ U ഒന്ന് എഴുതാം, റീപ്ലേസ് ചെയ്ത് ഇൻസ്റ്റെഡ് ഓഫ് U2. ആൻഡ് സോ VR2 cos phi is equal to U plus VW2, or VW2 is equal to VR2 cos phi minus U. And VR2നെ നമുക്ക് V1 Uൻ്റെ ടേംസിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ VW2 ഈക്വൽ ടു V1 മൈനസ് U ഇൻറ്റു cos phi മൈനസ് U. സോ VW2 നമുക്ക് ഇൻ ടേംസ് ഓഫ് V1 ആൻഡ് Uയിൽ കിട്ടി. ആൻഡ് ഇത് ഇപ്പോൾ രണ്ടും VW1 VW2 യുവിൻ്റെ ടേംസിലുള്ളത് കൊണ്ട് നമുക്ക് ഹൈഡ്രോളിക് എഫിഷ്യൻസി എങ്ങനെ എഴുതാം, 2 ഇൻറ്റു VW1ന് പകരം V1 എഴുതാം. സോ V1 പ്ലസ് VW2ന് പകരം V1 മൈനസ് U ഇൻറ്റു cos phi മൈനസ് U ഇൻസ്റ്റെഡ് ഓഫ് VW2 ദ ഹോൾ ഇൻറ്റു U ഡിവൈഡഡ് ബൈ V1 സ്ക്വയർ. ആൻഡ് ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം, നമുക്ക് ഹൈഡ്രോളിക് എഫിഷ്യൻസി ഈ U ഇവിടെ കൊടുക്കാം അല്ലേ. അപ്പോൾ സോ 2 ഇൻറ്റു V1 മൈനസ് U പ്ലസ് V1 മൈനസ് U ഇൻറ്റു cos phi ഇൻറ്റു U ഡിവൈഡഡ് ബൈ V1 സ്ക്വയർ. ആൻഡ് ഇതിൽ നമുക്ക് V1 മൈനസ് U വീണ്ടും കോമൺ എടുക്കാം. സോ ഹൈഡ്രോളിക് എഫിഷ്യൻസി ഈക്വൽ ടു 2 ഇൻറ്റു V1 മൈനസ് U ഇൻറ്റു, അപ്പോൾ ഇവിടെ എന്ത് വരും, V1 മൈനസ് U പുറത്ത് വന്നു കഴിഞ്ഞാൽ 1 പ്ലസ് ഇവിടെ എന്ത് വരും cos phi ഇൻറ്റു U ദ ഹോൾ ഡിവൈഡ് ബൈ V1 സ്ക്വയർ. സോ ഇതാണ് ഹൈഡ്രോളിക് എഫിഷ്യൻസി ഇൻ ടേംസ് ഓഫ് V1 ആൻഡ് U. ഇനി ഇതിന് നമുക്ക് മാക്സിമം കണ്ടീഷൻ കണ്ടുപിടിക്കാനായിട്ട് ഈ ഹൈഡ്രോളിക് എഫിഷ്യൻസിയെ നമ്മൾ എന്തുകൊണ്ട് ഡെറിവേറ്റീവ് എടുക്കണം, നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ കേട്ടോ, അതായത് നമ്മുടെ U ഉണ്ട്. സോ ഹൈഡ്രോളിക് എഫിഷ്യൻസി ബൈ DU നമ്മൾ എന്തിലോട്ട് ഇക്വേറ്റ് ചെയ്യണം, സീറോയിലോട്ട്. സോ D ബൈ DU ഓഫ് ദാറ്റ് ടേം, അതായത് 2 ഇൻറ്റു V1 മൈനസ് U ഇൻറ്റു V1 സ്ക്വയർ. ഇതിൽ U ആയിട്ട് ഡെറിവേറ്റീവ് എടുക്കുന്നത് കൊണ്ട് 2ഉം V1 സ്ക്വയറും കോൺസ്റ്റൻസ് ആണ്, അത് ഇക്വേറ്റ് ചെയ്ത് സീറോയിലോട്ട് പോകുമ്പോൾ അത് പൊക്കോളും. സോ നമുക്ക് എടുക്കേണ്ടത് V1 മൈനസ് U ഇൻറ്റു ഈ U മൾട്ടിപ്ലൈ ചെയ്ത് വേണമെങ്കിൽ എഴുതാം. സോ എങ്ങനെ എഴുതാം, V1 ഇൻറ്റു U, ഏത് U ആണ്, ഈ U ഇതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ മൈനസ് U സ്ക്വയർ, കറക്റ്റ്, ഇൻറ്റു എന്ത് വരും 1 പ്ലസ് കോസ് ഫൈ. അപ്പോൾ 1 പ്ലസ് കോസ് ഫൈയും നമുക്ക് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. സോ 1 പ്ലസ് കോസ് ഫൈ V1 സ്ക്വയർ ആൻഡ് 2 മൂവ്സ് ടു ദി റൈറ്റ് സൈഡ്, സീറോയിലോട്ട് ഇക്വേറ്റ് ചെയ്ത് അതെല്ലാം പൊക്കോളും. സോ നമുക്ക് വേണ്ട ടേംസ് U വരുന്ന ടേംസ് മാത്രം നമുക്ക് എടുത്താൽ മതി. സോ ദാറ്റ് ഈസ് V1 മൈനസ് U ഇൻറ്റു U, ബാക്കിയെല്ലാം സീറോ ആയിപ്പോയി, ഈക്വൽ ടു 0. എല്ലാം ഈ സൈഡിലോട്ട് പോകുമ്പോൾ 0 ആവും. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും, V1 മൈനസ് 2U ഈക്വൽ ടു 0, ഓർ V1 ഈക്വൽ ടു 2U, ഓർ U ഈസ് ഈക്വൽ ടു V1 ബൈ 2 ആണ് നമ്മുടെ മാക്സിമം എഫിഷ്യൻസിയിലെ വെലോസിറ്റിയുടെ കണ്ടീഷൻ. അതായത് നമുക്ക് മാക്സിമം efficiency of Pelton wheel turbine എപ്പോഴാണ് കിട്ടുന്നത്? when blade speed is half of the
ഇൻലെറ്റ് വെലോസിറ്റി ഓഫ് ജെറ്റ്. അപ്പോൾ ആ കണ്ടീഷനിൽ നമ്മുടെ മാക്സിമം എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കാം? ഈ V1/2 എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സോ ഇതിനെ നമുക്ക് ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ മാക്സിമം ഹൈഡ്രോളിക് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു V1/2. നമുക്ക് ഈ യുവിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ V1 മൈനസ് V1/2 എന്താണ് കിട്ടുന്നത്? 2 ഇൻറ്റു V1/2 എന്ന് കിട്ടും അല്ലേ? V1 നിന്ന് V1/2 പോയി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് V1/2 2 ഇൻറ്റു V1/2 ഇൻറ്റു 1 പ്ലസ് കോസ് 5 ഇൻറ്റു ഈ യുവിന് പകരം നമുക്ക് V1/2 കൊടുക്കാം, ദ ഹോൾ ഡിവൈഡ് ബൈ V1 സ്ക്വയർ. സോ 2 ക്യാൻസൽസ്, V1 ക്യാൻസൽസ് ആൻഡ് നമുക്ക് എന്ത് കിട്ടും? 1 പ്ലസ് കോസ് 5/2. ദിസ് ഈസ് ദി മാക്സിമം ഹൈഡ്രോളിക് എഫിഷ്യൻസി. സോ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പ്രൂവ് ദാറ്റ് മാക്സിമം എഫിഷ്യൻസി ഓഫ് എ പെൽറ്റൺ വീൽ ടർബൈൻ 1 പ്ലസ് കോസ് 5/2 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോൾവ് ചെയ്യേണ്ടത്. ആൻഡ് ഇത് ചിലപ്പം പ്രോബ്ലത്തിൽ ചോദിക്കും, നമുക്ക് ഹൈഡ്രോളിക് എഫിഷ്യൻസി തരും, മാക്സിമം എഫിഷ്യൻസി കണ്ടീഷനിലാണ് വർക്ക് ചെയ്യുന്നതെന്നും പറയും, എന്നിട്ട് ഫൈയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തരത്തില്ല. അപ്പോൾ നമുക്ക് ഹൈഡ്രോളിക് എഫിഷ്യൻസി അറിയാമെങ്കിൽ യൂസിങ് ദിസ് ഇക്വേഷൻ നമുക്ക് അതിൽ നിന്ന് എന്ത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം? ഫൈ. സോ ഈ റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. സോ നമുക്ക് പെൽറ്റൺ വീലിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. എ പെൽറ്റൺ വീൽ ഹാസ് എ മീൻ ബക്കറ്റ് സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ബക്കറ്റിൻ്റെ സ്പീഡാണ് വിച്ച് ഈസ് ഗിവൺ ബൈ യു എന്ന് പറയുന്ന പെൽറ്റൺ വീലിൻ്റെ കണ്ടീഷന് നമ്മൾ നോട്ട്സിൽ നോക്കിയായിരുന്നു. U1 വിൽ ബി ഈക്വൽ ടു U2. ഇൻലെറ്റ് സ്പീഡും ഔട്ട്ലെറ്റ് സ്പീഡും സെയിം ആയിരിക്കും. സോ U1 ഈസ് ഈക്വൽ ടു U2 ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് വിത്ത് എ ജെറ്റ് ഓഫ് വാട്ടർ ഫ്ലോയിങ് അറ്റ് ദ റേറ്റ് ഓഫ് 700 ലിറ്റർ പെർ സെക്കൻഡ്. അതെന്താണ് തന്നിരിക്കുന്നത്? ലിറ്റർ പെർ സെക്കൻഡ് മീൻസ് ഡിസ്ചാർജ് ആണ്. അപ്പോൾ നമ്മുടെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ഇവിടെ ലിറ്റർ പെർ സെക്കൻഡ് തന്നിരിക്കുന്നതിനെ നമ്മൾ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെ കൺവേർട്ട് ചെയ്യും? ലിറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 1000 വിൽ ഗീവ് ഡിസ്ചാർജ് ഇൻ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അതുകൊണ്ടാണ് 700 ലിറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.7 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പോൾ എപ്പോഴും അറിഞ്ഞിരിക്കുക, ലിറ്റർ പെർ സെക്കൻഡിനെ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആൻഡ് അണ്ടർ എ ഹെഡ് ഓഫ് 30 മീറ്റർ. അപ്പോൾ ഈ ടർബൈൻ, പെൽറ്റൺ വീൽ ടർബൈൻ വർക്ക് ചെയ്യുന്ന ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് 30 മീറ്റർ ആണ്. സോ ഹെഡ് നമുക്ക് എത്രയാണെന്ന് അറിയാം? 30 മീറ്റർ. ഹെഡ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഹെഡിൽ നിന്നാണ് വെലോസിറ്റി ഓഫ് വാട്ടറിൻ്റെ, ഹെഡാണ് എത്ര വെലോസിറ്റി ഓഫ് വാട്ടറാണ് പെൽറ്റൺ വീൽ ടർബൈൻ്റെ എൻഡിൽ വരുന്നത് തീരുമാനിക്കുന്നത്. സോ ആസ് H ഈസ് ഗിവൺ ആസ് 30, നമുക്ക് V1 എങ്ങനെ കണ്ടുപിടിക്കാം? √2GH. പക്ഷേ ഇവിടെ ലാസ്റ്റ് അസ്യൂം കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 0.98. CV is 0.98. So CV 0.98 into √2 into 9.81 into 30, which is equal to 23.77 meter per second. സോ അപ്പം H എപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നാലും നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? അപ്പോൾ തന്നെ നമുക്ക് V1, ഈ വെലോസിറ്റി ഓഫ് വാട്ടർ ഫ്ലോയിങ് ത്രൂ ദി പൈപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേ സ്പീഡിലായിരിക്കും വാട്ടർ പോയി ഹിറ്റ് ചെയ്യുന്നത്, ഇനിഷ്യൽ വെലോസിറ്റി. And now the buckets deflect the jet through an angle of 160 degree. Very important. Pelton wheel buckets deflect the jet through an angle of 160 degree means ഈ ജെറ്റ് ഇവിടെ വന്ന് നേരെ വന്ന് ഹിറ്റ് ചെയ്യുന്നു. നമ്മൾ പെൽറ്റൺ വീലിൻ്റെ കണ്ടീഷനിൽ പറഞ്ഞു, സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് ബക്കറ്റ് ഹിറ്റ് ചെയ്യുന്നു. ആൻഡ് ഇത് പോകുന്ന വെലോസിറ്റി എത്ര ഡിഗ്രിയിലായിരിക്കും ഡിഫ്ലക്റ്റ് ചെയ്യുന്ന? ബക്കറ്റ് 160 ഡിഗ്രിയിലാണ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. സോ ഈ പറയുന്ന ആംഗിളാണ് തന്നിരിക്കുന്നത്. സോ ഇത് വെച്ച് നമുക്ക് ഫൈ കണ്ടുപിടിക്കാം. സോ ഫൈ എന്ന് പറയുന്നത് ഈ സെയിം ആംഗിൾ ആയിരിക്കും. സോ ഫൈ വിൽ ബി ഈക്വൽ ടു ടോട്ടൽ 180 മൈനസ് 160. ദാറ്റ് അപ്പോൾ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഫൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ഓർത്തിരിക്കുക. നൗ കാൽക്കുലേറ്റ് ദി പവർ ഗിവൺ ബൈ ദി വാട്ടർ ടു ദ റണ്ണർ. അതായത് വർക്ക് ഡൺ കണ്ടുപിടിക്കുക. വർക്ക് ഡൺ നമുക്ക് കിട്ടുന്ന വാട്ട്സിലായിരിക്കും. അതിൽ നിന്ന് പവർ കണ്ടുപിടിക്കാൻ അതിനെ ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ മതി. സോ വാട്ട് ഈസ് ദി ഇക്വേഷൻ ഫോർ വർക്ക് ഡൺ ഇൻ എ പെൽറ്റൺ വീൽ ടർബൈൻ? ρA V1 ഇൻറ്റു VW1 പ്ലസ് VW2 ഇൻറ്റു U. ഇതാണ് നമ്മുടെ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പം ഈ കണ്ടീഷനിൽ നമുക്ക് എന്താ കാൽക്കുലേറ്റ് ദ പവർ ഗിവൺ, അത് പവർ വർക്ക് ചെയ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഹൈഡ്രോളിക് എഫിഷ്യൻസി കണ്ടുപിടിക്കുക. അസ്യൂം കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി ആസ് 0.98. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ്? VW1 VW2 കിട്ടണം.
നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്നുള്ളത് ഇപ്പോൾ V1 ഉണ്ട് U1 ഉണ്ട്. ഇപ്പോൾ ഈ ഇൻലെറ്റ് ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം V1 ഈസ് സെയിം ആസ് VW1. സോ V1 ഈക്വൽ ടു VW1 ഈസ് ഈക്വൽ ടു 23.77. നൗ VR1 നമ്മൾ പെൽട്ടൺ വീലിൻ്റെ കണ്ടീഷനിൽ പറഞ്ഞു ഇൻലെറ്റ് ട്രയാങ്കിളിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി, അതായത് VR1 ഈസ് ഈക്വൽ ടു VR2 ആണ്. കാര്യം ഇവഞ്ച്വലി നമുക്ക് VW2 വേണം ഔട്ട്ലെറ്റ് ട്രയാങ്കിളിൻ്റെ, എന്നാൽ മാത്രമേ നമുക്ക് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഔട്ട്ലെറ്റ് ട്രയാങ്കിളിൽ പോകണമെങ്കിൽ ഔട്ട്ലെറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു 2 വാല്യൂ എങ്കിലും നമുക്ക് മിനിമം വേണം. ഓൾറെഡി ഇവിടുത്തെ ഫൈയുടെ വാല്യൂ നമുക്കറിയാം. സോ VR2 കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് VW2 കാൽക്കുലേറ്റ് ചെയ്യാം. സോ വാട്ട് ഈസ് VR1 ഫ്രം ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ? V1 ടോട്ടൽ V1 നിന്ന് U1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ VR1 കിട്ടും. സോ V1 മൈനസ് U1 ദാറ്റ് ഈസ് 23.77 മൈനസ് 10 which is equal to 13.77. നമുക്ക് VR1 കിട്ടി. സോ VR2 ഫ്രം ദി കണ്ടീഷൻ ഓഫ് പെൽട്ടൺ വീൽ ടർബൈൻ അതും 13.77 മീറ്റർ പെർ സെക്കൻഡ് തന്നെ ആയിരിക്കും, നമ്മൾ കണ്ടീഷൻസിൽ പറഞ്ഞായിരുന്നു. സോ VR2വും കിട്ടി. സോ ഈ VR2 വെച്ച് നമുക്ക് എങ്ങനെ VW2 കണ്ടുപിടിക്കാം? ഇവിടെ cos phi എടുക്കുക. cos phi എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്യൂസ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് U2 പ്ലസ് VW2 ആണ്, ഡിവൈഡഡ് ബൈ ഹൈപ്പോട്യൂസ് ഈസ് VR2. സോ VR2 cos phi ഈസ് ഈക്വൽ ടു U2 പ്ലസ് VW2 ഓർ VW2 ഈസ് ഈക്വൽ ടു VR2 cos phi മൈനസ് U2. അതിൽ VR2 എന്ന് പറയുന്നത് എന്താണ്? 13.77 ഇൻറ്റു കോസ് ഓഫ് ഫൈ ഈസ് 20, കോസ് 20 മൈനസ് U2 ഈസ് U1ഉം U2ഉം 10 ആണ്, 10. സോ ദ ആൻസർ ഈസ് 2.94 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. സോ നമുക്ക് VW2 ആയി. ഇനി നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാം. വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്താണ്? റോ ഈസ് 1000 ഇൻറ്റു ഇവിടെ AV1 ഏരിയ ഇൻറ്റു വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റിയാണ് നമ്മുടെ ടോട്ടൽ ഡിസ്ചാർജ് ഫ്ലോയിങ് ത്രൂ ദി പൈപ്പ്. അപ്പോൾ ഡിസ്ചാർജ് ഇവിടെ 700 ലിറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നതുകൊണ്ട് നമുക്ക് AV എന്ന് പറയുന്ന വാല്യൂവിനെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 0.7 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഇൻറ്റു VW1 ഈസ് 23.77 പ്ലസ് VW2 ഈസ് 2.94 ഇൻറ്റു U ഈസ് 10. The answer is 186970 watts. So power is equal to this total value. Power എപ്പോഴും നമ്മൾ കിലോ വാട്ടിലാണ് എഴുതേണ്ടത്. സോ ഇതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പവർ ഡൺ ഡിവൈഡ് ബൈ 1000 gives the power in കിലോ വാട്ട്. സോ 186.9 കിലോ വാട്ട് എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിൽ ഒരു പാരാമീറ്ററും കൂടെ കണ്ടുപിടിക്കാനുള്ളൂ. ദാറ്റ് ഈസ് ദി ഹൈഡ്രോളിക് എഫിഷ്യൻസി ഓഫ് ടർബൈൻ. ആൻഡ് ഹൈഡ്രോളിക് എഫിഷ്യൻസി ഈസ് നത്തിങ് ബട്ട് വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി. ആൻഡ് അതിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ അറിയാം? 2 into VW1 plus VW2 into U divided by V1 square. That is equal to 2 into VW1 is 23.77 plus VW2 is 2.94 into 10 the whole divided by V1 is 23.77. So the hydraulic efficiency is 0.945 or is equal to 94.5%. ഓക്കെ. സോ അപ്പം ഈ രീതിയിലാണ് നമ്മൾ പെൽട്ടൺ വീലിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ബെൻസാൽ ടെക്സ്റ്റിലെ ഫസ്റ്റ് പ്രോബ്ലം ആണ്. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഒരു 2-3 പ്രോബ്ലം കൂടെ, ഒരു 3-4-5 പ്രോബ്ലം, നിങ്ങൾക്ക് എത്ര പ്രോബ്ലം വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. കുറച്ച് എപ്പോഴും ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമ്മൾ എത്ര വെറൈറ്റീസ് ഓഫ് പ്രോബ്ലം ട്രൈ ചെയ്യുന്നോ അത്രയും നല്ലതാണ്. എനിവേ ഞാൻ ഒരു പ്രോബ്ലം കൂടെ അറ്റൻഡ് ചെയ്ത് കാണിക്കാം. See this question. A Pelton wheel is to be designed for the following specifications. Shaft power equal to 11772 kilowatt, head is equal to 380 meter, N equal to 750 rpm, and overall efficiency is given by 86%. Jet diameter not to exceed 1/6 of the wheel diameter. Determine the wheel diameter, number of jets required and diameter of jet. KV1 ഉം KU1 ഉം തന്നിട്ടുണ്ട്. അത് KV1 എന്ന് പറയുന്നത് V1 ഈക്വൽ ടു നമുക്കറിയാം CV ഇൻറ്റു റൂട്ട് ഓഫ് 2GH. അല്ല, CV-ക്ക് പകരമാണ് KV1 തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 0.985 റൂട്ട് ഓഫ് 2 ഇൻറ്റു 9.81 ഇൻറ്റു ഹെഡ് 380 മീറ്റർ. So V1 will be equal to 85.05 meter per second.
ആൻഡ് u1 ഈസ് ഈക്വൽ ടു ഇവിടെ KU1 തന്നിട്ടുണ്ട്. സോ KU1 ഈസ് ഈക്വൽ ടു u1 ഈക്വൽ ടു KU1 ഇൻറ്റു റൂട്ട് ഓഫ് 2GH, ദാറ്റ് ഈസ് 0.45 റൂട്ട് ഓഫ് 2 ഇൻറ്റു 9.81 ഇൻറ്റു 380. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 38.85 മീറ്റർ പെർ സെക്കൻഡ്. ഇനി വീൽ ഡയമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് നമുക്കിപ്പോൾ u1 അറിയാം. യുവിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി πdn/60 എന്നറിയാം. അതായത് നമ്മുടെ ടോട്ടൽ റണ്ണർ ബ്ലേഡിൻ്റെ ഡയമീറ്റർ അറിയാമെങ്കിൽ അതും RPO അറിയാമെങ്കിൽ നമുക്ക് യു കണ്ടുപിടിക്കാം. യു ഓൾറെഡി അറിയാം, പൈ ഇൻറ്റു ഡി ഇൻറ്റു എൻ ഈസ് 750 ഡിവൈഡഡ് ബൈ 60 ഈസ് ഈക്വൽ ടു 38.85. സോ ഇതിൽ നിന്ന് ഡയമീറ്റർ ഡി ഈസ് ഈക്വൽ ടു 0.989 മീറ്റർ ആൻഡ് അതിൽ നിന്ന് സ്മോൾ ഡി എന്ന് പറയുന്നത് 1/6 ഓഫ് ക്യാപിറ്റൽ ഡി, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.165 മീറ്റർ. ഇനി നമ്പർ ഓഫ് ജെറ്റ്സ് റിക്വയർഡ് ചോദിച്ചിട്ടുണ്ട്. ഡയമീറ്റർ ഓഫ് ജെറ്റ് നമുക്ക് കിട്ടി, വീൽ ഡയമീറ്ററും കിട്ടി. ഇനി നമ്പർ ഓഫ് ജെറ്റ്സ് റിക്വയർഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ടോട്ടൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. ടോട്ടൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാനായിട്ട് ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തെന്നറിയാം? ഷാഫ്റ്റ് പവർ ഡിവൈഡ് ബൈ വാട്ടർ പവർ. ഇത് നമ്മൾ ഓൾറെഡി എഫിഷ്യൻസീസിൽ കണ്ടതാണ്. ആൻഡ് ഷാഫ്റ്റ് പവർ ഈസ് 11772 ഡിവൈഡ് ബൈ വാട്ടർ പവർ ഈസ് ρg/QH. പിന്നെ ഇത് കിലോ വാട്ടിലായതുകൊണ്ട് നമുക്കിവിടെ ഒരു ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ വാട്ടർ പവറും കിലോ വാട്ടിൽ കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.86. സോ ഇതിൽ നമുക്ക് റോ അറിയാം 1000, ജി അറിയാം 9.81, H 380 അറിയാം. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ Q 3.672 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് ടോട്ടൽ ഡിസ്ചാർജ് കിട്ടും. ഇനി ഒരു സിംഗിൾ ജെറ്റിൽ നിന്ന് പോകുന്നത് അറിയാം, നമുക്ക് സ്മോൾ ഡി അറിയാം. സോ സ്മോൾ ക്യൂ ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി. സോ വെലോസിറ്റി ഓഫ് വാട്ടർ ഫ്ലോയിങ് നമുക്ക് 85.05 എന്നറിയാം ഒരു ജെറ്റിൽ കൂടെ പോകുന്നത്. സോ π/4 ഇൻറ്റു സ്മോൾ ഡി സ്ക്വയർ ഇൻറ്റു 85.05, സ്മോൾ ഡി 0.165 ചെയ്യുമ്പോൾ സ്മോൾ ക്യൂ നമുക്ക് 1.818 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. സോ നമ്പർ ഓഫ് ജെറ്റ്സ് ഈസ് ക്യാപിറ്റൽ ക്യൂ ബൈ സ്മോൾ ക്യൂ, ദാറ്റ് ഈസ് 3.67/1.8 ആൻഡ് നിയർലി നമുക്ക് 2 എന്ന് കിട്ടും. സോ 2 ജെറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഡിസ്ചാർജ് കിട്ടും. സോ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാൻ. നമുക്ക് വെലോസിറ്റി ട്രയാങ്കിളിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഈ ഇക്വേഷൻസ് മാത്രം അറിഞ്ഞാൽ മതി. സോ ഇതുപോലത്തെ പ്രോബ്ലം നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്.